അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീക്കും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണേ എന്ന് എല്ലാവരെയും ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനും എല്ലാ സൗകര്യങ്ങളും അതേപോലെ തന്നെ ഒരു മനുഷ്യന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നമുക്ക് സൗകര്യപ്പെടുത്തി തരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയവരാണ് വിശ്വാസികൾ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്നാണ്. ജീവിതത്തെയും മരണത്തെയും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവൻ എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഇഹ്സാനോടുകൂടി ആരാണ് അമല ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അഥവാ ഇഖ്ലാസ്, നിഷ്കളങ്കതയോട് കൂടിയിട്ടാണോ, അള്ളാഹുവിനെ ഞാൻ കാണുന്നുണ്ട് എന്ന ഭയത്തോടുകൂടി കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്കൊരു ജീവിതം നൽകിയത്. മനോഹരമായ ഒരു ഭൂമിയെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, ഇത്രയും സുന്ദരമായ ഗോളമായിട്ട് ഭൂമിയെ മാറ്റിയത് എന്തിനു വേണ്ടിയാണ്? ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയെ മനോഹരമാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അള്ളാഹു പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞു, നാം അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? അഹ്സനു അമൽ, ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലോകത്ത്, ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വാസപരമായി കൊണ്ട് തന്നെ നമ്മൾ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്? പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നമസ്കരിക്കുകയാണെങ്കിൽ, സ്വതക്കകൾ നിർവഹിക്കുകയാണെങ്കിൽ, ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടി എന്തൊക്കെ പുണ്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, ആ പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ ഇഖ്ലാസോടു കൂടിയായിരിക്കണം എന്നുള്ളതാണ്. അതാണോ അല്ലയോ എന്നാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി, അഥവാ അള്ളാഹു വിരോധിച്ച ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ഒരു കാര്യം, അത്തരം വിരോധിച്ച കാര്യങ്ങൾ അത് പ്രവർത്തിച്ചാലും തന്നെ നമുക്ക് പാപമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പാപങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോവുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ മറ്റുള്ള കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പാപത്തിൽ നിന്ന്, അള്ളാഹു വിരോധിച്ച ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ അത് വിട്ടുനിൽക്കുന്നത് ഇഖ്ലാസോട് കൂടിയിട്ടാണോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ചുരുക്കത്തിൽ അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇപ്പോഴും എപ്പോഴും അങ്ങനെയാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു നമുക്ക് ജീവിതം നൽകുന്നത്, അവസരം നൽകുന്നത്, പുണ്യത്തിനുള്ള അവസരം നൽകുന്നത്, തെറ്റുകൾ ചെയ്യാനുള്ള അവസരവും അള്ളാഹു നൽകുന്നത് എന്നതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഹസിബന്നാസ് അൻ യുത്രകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ യുത്രകൂ, അവരെ വെറുതെ വിടുമെന്ന്, പരീക്ഷണമല്ലാതെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ്. അയ്യഖൂലു ആമന്ന, ഞങ്ങളൊക്കെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷണത്തിന് വിധേയമാവാതെ അവരെ വെറുതെ വിടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. ഒരുപക്ഷെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഖുതുബകളിൽ, അതേപോലെ തന്നെ പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ബലാഅകൾ, പരീക്ഷണങ്ങളെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങൾ, ഇതൊക്കെ കൊണ്ടൊക്കെ പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കും.
പക്ഷേ യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതൊരു വേറെ പരീക്ഷണമാണ്. നമ്മുടെ ഈമാനിനെ പടച്ച റബ്ബ് പരീക്ഷിക്കുമെന്നുള്ളതാണ്. അതാണ് ഇവിടെ ഈ ആയത്തിലൂടെ സൂറത്ത് അൻകബൂത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു, ആരാണ് സത്യവാന്മാർ എന്ന് അള്ളാഹു തിരിച്ചറിയും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക്, അല്ലെങ്കിൽ അള്ളാഹു എന്നാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതിൻ്റെ മുമ്പ് തന്നെ നമ്മളൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് കൊണ്ട് തന്നെ അള്ളാഹു എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചവനാണ്. ആ റബ്ബാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. എന്താണ് തിരിച്ചറിയുന്നത്? ആരാണ് സത്യവാന്മാർ, അഥവാ ഞാൻ വിശ്വാസിയാണ്, ഞാനൊരു മുവഹിദാണ്, ഞാൻ സുന്നത്ത് ചെയ്യുന്നവനാണ്, ഞാൻ അള്ളാഹുവിന് ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടി ജീവിക്കുന്നവനാണ്, ഞാൻ തെറ്റുകളിൽ വിട്ടു നിൽക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സന്ദർഭത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കും, സത്യമാണോ എന്നുള്ളത്. അതാണ് പടച്ച റബ്ബ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കളവ് പറയുന്നവർ എന്ന് അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. ഈ പരീക്ഷണം ഒരു തെറ്റായ കാര്യം നമുക്ക് പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നിടത്തുമുണ്ട്. പുണ്യങ്ങൾക്കുള്ള അവസരങ്ങൾ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരുന്നു. എന്നിട്ട് ആ പുണ്യങ്ങൾ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. അതിൽ നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണമായി റമദാൻ മാസത്തിൽ അള്ളാഹു ധാരാളം പുണ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പുണ്യങ്ങൾ നേടാൻ വേണ്ടി റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വിശ്വാസികൾ മുന്നോട്ട് വരാറുണ്ട്. അവിടെയും അള്ളാഹു നമ്മുടെ ഇഖ്ലാസിനെയാണ് അള്ളാഹു പരീക്ഷിക്കുക. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മളെ പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അഥവാ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോട് കൂടിയിട്ടാണോ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണോ തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്നത് എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമെന്നാണ്. അതെങ്ങനെയാണ് പരീക്ഷിക്കുക? തെറ്റിനുള്ള അവസരങ്ങൾ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരുമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണത്. അങ്ങനെയാണ് പഠിച്ചോ നമ്മളെ പരീക്ഷിക്കുക എന്നാണ്. വിശ്വാസികളായ ആളുകളെ പരീക്ഷിക്കുന്ന കാര്യമാണ് പറയുന്നത്, അമുസ്ലിമീങ്ങളായ ആളുകളെ പരീക്ഷിക്കുന്ന കാര്യമല്ല, വിശ്വാസികളെ പരീക്ഷിക്കുന്ന കാര്യം. അപ്പം വിശ്വാസികൾ അല്ലാഹു പരീക്ഷിക്കുന്ന സന്ദർഭങ്ങൾ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഒന്നാമതായി നമുക്കറിയാം, ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾക്ക് മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങൾ നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ വേട്ട മൃഗത്തെ പിടിക്കാൻ പാടില്ല. വേട്ട മൃഗം പോകുന്നുണ്ട്, അതിനെ പിടിച്ചോ എന്ന് മറ്റൊരാളോട് പറയാനും പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോൾ വിശ്വാസികളെ പടച്ച റബ്ബ് ഇക്കാലഘട്ടത്തിലും, അഥവാ ഇപ്പോൾ ഇന്ന് 2026 ഈ കാലഘട്ടത്തിലും ഇനിയിപ്പോൾ 27 വരുമ്പോൾ അതിലുമൊക്കെ അള്ള എന്ത് ചെയ്യും? വേട്ട മൃഗങ്ങളെ മുമ്പിൽ കൊടുത്തുകൊണ്ട് അള്ള പരീക്ഷിക്കും എന്ന് മനസ്സിലാക്കാനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു പരീക്ഷണത്തിന്റെ ഒരു കാര്യം വിശദീകരിച്ചതാണ്. അതുപോലെ സകല മേഖലകളിലും പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നിങ്ങൾ എന്താണ് അള്ളാഹ് പരീക്ഷിക്കുന്നത്? സൂറത്ത് മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മളെ അറിയിച്ചു തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ്-സ്വൈദി തനാലുഹു ഐദീകും വരിമാഹുകും ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽഗൈബ്. എന്നാണ്. എന്താണ് ഇതിന്റെ ആയത്തിന്റെ അർത്ഥം? എന്താണ്? വിശ്വാസികളെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാ നിങ്ങളെ പരീക്ഷിക്കുക? ബിശൈഇൻ മിനസ്-സ്വൈദി, വേട്ടയിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട്. എങ്ങനെയാണ് വേട്ടമൃഗം നിങ്ങൾക്ക് ലഭിക്കുക? തനാലുഹു ഐദീകും, നിങ്ങൾ കൈകൊണ്ട് പിടിക്കുന്നിടത്തേക്ക് ഞാൻ അതിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. വിശ്വാസികളെ നമ്മൾ ആലോചിക്കേണ്ടത്, പടച്ച റബ്ബ് നമുക്ക് വിരോധിച്ച കാര്യം എന്താണോ എങ്കിൽ ആ വിരോധിച്ച കാര്യം നമ്മൾ പ്രവർത്തിക്കുമോ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയുന്നതിന് വേണ്ടി അത് പ്രവർത്തിക്കാൻ നമ്മുടെ മുമ്പിൽ അതിനുള്ള അവസരം പടച്ച റബ്ബ് ഉണ്ടാക്കി തരുമെന്നാണ് ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈകൾ കിട്ടുന്നതിലേക്ക്, കൈകൾ കൊണ്ട് പിടിക്കുന്നിടത്തേക്ക് ആ വേട്ടമൃഗത്തെ ഞാൻ കൊണ്ടുവന്ന് തരുമെന്നാണ്. ഔരിമാഹുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുന്തങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എറിഞ്ഞു പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ വേട്ടമൃഗത്തെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവന്നു തരും.
എന്തിനു വേണ്ടി? ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാണ് ഭയപ്പെടുന്നത് എന്ന് അറിയാൻ വേണ്ടി എന്നാണ്. ഇവിടെ ആയത്തിന് രണ്ടർത്ഥങ്ങൾ. അള്ളാഹുവിനെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുക എന്ന ആയത്തുകൾ വരുന്നിടത്തൊക്കെ പണ്ഡിതന്മാർ രണ്ടർത്ഥം കൊടുക്കുന്നുണ്ട്. ഒന്ന്, ആളുകളില്ലാത്തയിടത്തും ഒറ്റക്കായിരിക്കുന്നിടത്തും പടച്ച റബ്ബിനെ ഭയപ്പെടുക എന്നാണ് ബിൽ ഗൈബ് എന്നുള്ളത് കൊണ്ട്. മറ്റൊരർത്ഥമുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കാണുന്നില്ല, കാണാത്ത റബ്ബിനെ ഭയപ്പെടുക എന്നാണ്. യഥാർത്ഥത്തിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഹജ്ജിനും ഉംറക്കും പോയിരുന്ന കാലഘട്ടം. ആ സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നാണ് ഇവിടെ പറയുന്നത്. ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. കാണാത്ത പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് വേട്ടമൃഗത്തെ പിടിക്കാതെ, വേട്ടമൃഗമുണ്ടെന്ന് സൂചിപ്പിക്കാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആരാണ് എന്ന് നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. സ്വഹാബത്തിനെ അള്ളാഹു അങ്ങനെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലോ, ഇന്ന് കാലഘട്ടത്തിൽ ആരും വേട്ടമൃഗത്തെ പിടിക്കുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ നടന്നുകൊണ്ടല്ല പോകുന്നത്, മറിച്ച് വാഹനങ്ങളിലാണ് പോകുന്നത്. അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അതിനർത്ഥം ഈ ആയത്തൊക്കെ ഇനി വേണ്ട എന്നുള്ളതാണോ? അല്ല, നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇങ്ങനെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. ഇവിടെ ഒരു സത്യവിശ്വാസി എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ റബ്ബ് എനിക്ക് വിരോധിച്ച കാര്യം ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അള്ളാഹ്ക്കറിയാൻ വേണ്ടി എന്നല്ല, തിരിച്ച് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി അള്ളാഹു നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ഉണ്ടാക്കി തരുമെന്നാണ്. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ജൂതന്മാരായ ആളുകളുടെ, അവർ വിശ്വാസികളായ കാലഘട്ടത്തിൽ അവർക്ക് നൽകിയ സന്ദേശം ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കാര്യം സൂചിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാദിറത്തൽ ബഹർ ഇദ് യഅദൂന ഫിസ്സബ്ത് ഇദ് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർആ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ സത്യവിശ്വാസികളായ നമ്മളെ മനസ്സിൽ എന്താ ഓർമ്മ വരേണ്ടതെന്നോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു വിരോധിച്ച എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ റബ്ബ് അങ്ങനെയാണ് അപ്പം എന്നെ പരീക്ഷിച്ചത് എന്ന ഓർമ്മയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പരീക്ഷിച്ചത് എങ്ങനെയാണെന്നുള്ളത്. പട്ടണവാസികളായ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് അവരുടെ പ്രത്യേകത? ഇത് യഅദൂന ഫിസ്സബ്ത്, ഈ ശനി ആചരിക്കുന്ന ദിവസത്തിൽ, ശനിയാഴ്ച ദിവസത്തിൽ അവർ അതിരി വിട്ടുകൊണ്ട് പ്രവർത്തിച്ചു. അവരോട് ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് മത്സ്യം പിടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക എന്നല്ല അള്ളാഹ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? ഇത് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർആ. ശനി ആചരിക്കുന്ന ദിവസത്തിൽ മാത്രം മത്സ്യങ്ങൾ അവരുടെ അടുക്കലേക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ശുർആ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പാറിക്കിടക്കുക, പൊങ്ങിക്കിടക്കുക എന്നാണ്. വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം. ശനി അല്ലാത്ത ദിവസത്തിൽ മത്സ്യം അങ്ങോട്ട് വരുന്നില്ല, മത്സ്യം അങ്ങോട്ട് വരുന്നേ ഇല്ല. എന്താണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്? എൻ്റെ റബ്ബ് വിരോധിച്ച കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി, എങ്ങനെ ചെയ്യാൻ വേണ്ടി? അതൊക്കെ ചെയ്യണമെന്ന് അർത്ഥത്തിലല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനും, അള്ളാഹുവിനെ ഭയപ്പെടാത്തവനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ അത് പ്രവർത്തിക്കാനും, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കൃത്യമായി അവന് തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ പടച്ച റബ്ബ് അവന്റെ മുമ്പിൽ എല്ലാ നിലക്കും ഒരുക്കി കൊടുക്കുമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വിശ്വാസികൾ, ഇങ്ങനെ നമ്മുടെ നിഖില മേഖലകൾ അല്ലാഹു ഇവിടെ ആയത്തിൽ തന്നെ സൂചിപ്പിച്ചത് എന്താണ്? കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. അപ്രകാരം നാം അവരെ പരീക്ഷിക്കുന്നതാണ് എന്നാണ്. അവരുടെ തോന്നിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നാം പരീക്ഷിക്കും. വിശ്വാസികൾ നിങ്ങൾ ആലോചിച്ചു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി എന്ന് നോക്കി. അള്ളാഹ് വിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ. പലിശ തിന്നരുത്, പലിശ തിന്നരുത് എന്നുള്ളത്, കൈക്കൂലി വാങ്ങരുത് എന്നുള്ളത്, വ്യഭിചരിക്കരുത് എന്നുള്ളത്, കള്ളു കുടിക്കരുത് എന്നുള്ളത്, അതേപോലെ തന്നെ നമസ്കരിക്കണം എന്നുള്ളത്, നമസ്കരിക്കാതെ നടക്കരുത് എന്നുള്ളതുണ്ടല്ലോ, നമസ്കരിക്കണം എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ തന്നെയും അതിനൊക്കെയുള്ള അവസരങ്ങൾ പടച്ച റബ്ബ് നമ്മളെ മുമ്പിൽ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ,
5 നേരം നമസ്കരിക്കണം. എങ്ങനെ നമസ്കരിക്കേണ്ടത്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ബോധ്യത്തോടു കൂടി നമസ്കരിക്കണമെന്നാണ്. പക്ഷെ നമസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വിശ്വാസി സമൂഹത്തെയും എല്ലാവരെയും പരീക്ഷിക്കുന്നതിന് വേണ്ടി പല ഫുട്ബോൾ മാച്ചുകളും അതേപോലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകിലാണ്. സുബഹി നമസ്കാരം നമസ്കരിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ സമയത്ത് നമസ്കരിക്കാതെ വിട്ടുനിൽക്കുന്ന എത്ര ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും ആലോചിക്കുന്നില്ലേ? അതേപോലെ തന്നെ മറ്റ് ലഹരികളിലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് സുലഭമാണ്. ഓരോരുത്തരുടെ വീട്ടിലേക്കും എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തന്നെ ആളുകളെ ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിശാചി എന്ന് പറഞ്ഞേൽക്കണ്ട, പിശാചിനെ ഏർപ്പെടുത്തിയതും പടച്ച റബ്ബാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞെടുത്ത് പിശാചാണ് ഭംഗിയാക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ സയ്യന്ന എന്ന് പറഞ്ഞ് നാം അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നു എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായി നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ തെറ്റ് ചെയ്യുമോ എന്ന് നോക്കാൻ എൻ്റെ റബ്ബ് ഈ രൂപത്തിലൊക്കെ എന്നെ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ മേഖലകളിലും അങ്ങനെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വ്യഭിചാരത്തിൻ്റെ സന്ദർഭം വരെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവാചകനാണ്, അദ്ദേഹത്തെ പരീക്ഷിച്ചത് നമ്മൾ കണ്ടില്ലേ. ഞാനിത് പറഞ്ഞാൽ വിഷയങ്ങൾ നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് ആ രൂപത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയുന്ന കാര്യമാണ്. സുലൈഖ എല്ലാ നിലക്കും വല്ലക്കത്തില്ല ബുവാബ് എന്നാണ്, എല്ലാ വാതിലുകളും അടച്ചുകൊണ്ടാണ് കടന്നു വാ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുന്നത്. യൂസുഫ് നബിയെ ആര് പരീക്ഷിക്കുകയാണ്? അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആരും കാണുകയില്ല, വേറെ ആരും. ആ എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ എടുത്തു പറയുന്നത് എന്തിനാച്ചാൽ വേറെ ഒരാളും അവിടെ കാണാനില്ല എന്നാണ്. പക്ഷേ അത് പറയുന്നുണ്ടോ എന്നാണ് പടച്ച റബ്ബ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരങ്ങനെ ചിന്തിക്കുന്നത്? കള്ളു കുടിക്കാനുള്ള ചാൻസുകൾ പടച്ച റബ്ബ് ഉണ്ടാക്കി തരാറുണ്ട്. പല അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് തെറ്റുകൾ ചെയ്യാനുള്ള ചാൻസുകൾ പടച്ച റബ്ബ് ഉണ്ടാക്കി തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ അഭയം തേടുന്നു, കാവലിനെ ചോദിക്കുകയാണ്. ഇതെനിക്ക് പാടില്ലെന്ന് പറഞ്ഞ് വിട്ടു നിൽക്കാൻ ആരാണ് തയ്യാറുള്ളത് എന്നാണ് പടച്ചറബ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവസരങ്ങൾ പടച്ചറബ് ഉണ്ടാക്കുന്നു. ഹദീസിൽ വന്നത് എന്താണ്? 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിയ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ നീട്ടി പറയുന്നില്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ. നോക്കൂ, നിങ്ങൾ ആ വ്യക്തി പ്രാർത്ഥിച്ച കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു പിതൃവ്യപുത്രി ഉണ്ടായിരുന്നു. ആ പിതൃവ്യപുത്രി നല്ല ഭംഗിയുള്ള കുട്ടിയായതുകൊണ്ട് ആ പിതൃവ്യപുത്രിയെ വ്യഭിചരിക്കണം എന്നുള്ള ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ടായി. അതൊരുപാട് തവണകളായി അദ്ദേഹം അവളോട് ചോദിച്ചു. വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരത്തിന് വേണ്ടി അയാൾ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞിട്ടില്ല. പടച്ച റബ്ബ് പരീക്ഷിക്കുന്നവനാണ്. എന്താണെന്ന് പരീക്ഷിക്കുക? കാണാത്ത റബ്ബിനെ ഭയപ്പെടുന്നുണ്ടോ? വേറെ ആരും കാണുന്നില്ലെങ്കിലും എന്നെ എൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റബ്ബാണ് എനിക്ക് ജീവിതം നൽകിയത്. ആ റബ്ബിന്റെ അടുക്കലേക്ക് എനിക്ക് ഏത് നിമിഷവും മരണപ്പെട്ടു പോവേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ മണിക്കൂറുകളിലും മിനിറ്റുകളിലും സെക്കൻഡുകളിലും എനിക്ക് നേടിയെടുക്കാനുള്ളത് എൻ്റെ റബ്ബിന്റെ തൃപ്തിയാണ്, എൻ്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആരാണ് ജീവിക്കുന്നത്, ആരാണ് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നാണ് പടച്ച റബ്ബ് നമ്മളെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ അല്ലാഹു പരീക്ഷിച്ചു. എങ്ങനെയാണ് പരീക്ഷിച്ചത്? ആ പെൺകുട്ടിക്ക് കടബാധ്യത ഉണ്ടാക്കി എന്നാണ്. സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാക്കി, പരാധീനതകൾ ഉണ്ടാക്കി, കഷ്ടപ്പാടുണ്ടാക്കി, വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് ആ പെൺകുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി. അങ്ങനെ ആ പെൺകുട്ടി ഇയാളടുത്തേക്ക് കടവുമായി കൊണ്ട് കടം ചോദിച്ചുകൊണ്ട് ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാക്കി പടച്ച റബ്ബ്. ആ കടവും ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ പണം തരാം, പക്ഷേ എനിക്ക് വ്യഭിചരിക്കാനുള്ള അവസരം വേണമെന്നാണ് പറഞ്ഞത്. സ്വഹീഹായ ഹദീസാണ്, നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. പക്ഷെ നമ്മളിതൊക്കെ കഥ കേൾക്കുന്നത് പോലെ കേട്ടുപോകുക എന്നുള്ളതെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതുപോലുള്ള സന്ദർഭങ്ങൾ പടച്ച റബ്ബ് സൃഷ്ടിക്കുന്നുണ്ടാവും എന്ന് നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ആ വ്യക്തിയെ അള്ളാഹു പരീക്ഷിച്ചു. അങ്ങനെ സാമ്പത്തിക പരാതികൾ ഉണ്ടായപ്പോൾ, പ്രയാസം ചേർത്തപ്പോൾ ആ പെൺകുട്ടി അതിന് തയ്യാറായി. വ്യഭിചരിക്കാൻ അവസരം തരാം, എനിക്ക് പണം വേണ്ടതുണ്ട്, ജീവിക്കണമെങ്കിൽ പണം വേണമല്ലോ എന്നാണ്. അങ്ങനെ വ്യഭിചരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ആ പെൺകുട്ടി വീണ്ടും ഒന്നും കൂടി പറഞ്ഞു നോക്കി, ഇത്തഖില്ലാ,
നീ അള്ളാഹുവിനെ ഭയപ്പെട്ടു കേട്ടോ. അനർഹമായ രൂപത്തിൽ നീ ഒരിക്കലും മുദ്ര പൊട്ടിക്കരുത് കേട്ടോ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ അയാൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലക്ക് അവിടെ നിന്ന് അയാൾ എഴുന്നേറ്റോടി എന്നാണ്. അവിടുന്ന് പോയി എന്ന് വെച്ചാൽ പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് അയാൾ അവിടുന്ന് പോയത്. അതാണ് പടച്ചറബ് നോക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഗുഹയിൽ കുടുങ്ങിയപ്പോൾ, പാറക്കല്ല് വീണ് ഗുഹാമുഖമടഞ്ഞപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അത് വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. പാറക്കല്ല് അല്പം നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശ്വാസികൾ, ഞാനിത് പറഞ്ഞത് പടച്ചറബ് നമ്മളെ ഇങ്ങനെ ഏതൊക്കെ മേഖലകളിലൂടെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. ഇതിനല്ലേ പടച്ചറബ് നമുക്കിതൊക്കെ നൽകിയിട്ടുള്ളത്. അവനാകുന്നു നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചക്കാരാക്കിയിരിക്കുന്നത്. പിന്തുടർച്ചക്കാരെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തെ ഇന്ന് നിങ്ങളുടെ കൈകാര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്തിനു വേണ്ടിയാണ്? വറഫഅ ബഅദകും ഫൗക ബഅദിൻ ദറജാത്ത്, നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ ദറജകൾ വർദ്ധിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സൂറത്ത് യൂനിസിൽ, അത് സൂറത്ത് ആറാഫിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനിസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് സുമ്മ ജഅൽനാകും ഖലായിഫ മിൻ ബഅദിഹിം ലിനൻദുറ കൈഫ തഅമലൂൻ. സുമ്മ ജഅൽനാകും, പിന്നീട് നാം നിങ്ങളെ ആക്കിയിട്ടുണ്ട്. എന്താണ് ഞാൻ നിങ്ങളാക്കിയത്? ഖലായിഫ്, അവർക്ക് ശേഷമുള്ള ആളുകൾ. അതായത് നമ്മുടെ മുമ്പിൽ വേറെ ആൾ, ഇപ്പം ഞാനാണ് കൈകാര്യം ചെയ്യണത്. എന്തും, സ്കൂൾ ടീച്ചറായാലും പാടില്ല, പണമായാലും പാടില്ല, വീടായാലും പാടില്ല, പറമ്പായാലും പാടില്ല, കടയായാലും പാടില്ല, എന്തായിരുന്നാലും അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. അള്ളാഹു നമ്മളെ നോക്കുകയാണ്. അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ? പുണ്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് അള്ളാഹു നമ്മളെ നോക്കുന്നത്. വിശ്വാസികളെ, നാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉപദേശിക്കുന്നു. വിശ്വാസികളെ, ഞാനിവിടെ സൂചിപ്പിച്ചത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് ഇഖ്ലാസോടുകൂടി അമലുകൾ പ്രവർത്തിക്കാനാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതും ഇഖ്ലാസോടുകൂടി നമ്മൾ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ നമ്മൾ ജുമാക്ക് വരുന്നുണ്ട്. ജുമാക്ക് വരുന്നതും ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതുമൊക്കെ എങ്ങനെയാണ്? സത്യത്തിൽ നമുക്കറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെള്ളിയാഴ്ച മിമ്പറിലേക്ക് ഖതീബ് കയറുന്നതിൻ്റെ മുമ്പ് മലക്കുകൾ, അല്ലാഹുവിൻ്റെ മലക്കുകൾ ആദ്യ സമയത്ത് വന്ന ആളുകൾക്ക് ഒട്ടകത്തെ അറുത്ത് ധർമ്മം ചെയ്ത പ്രതിഫലം നൽകുന്നത് രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ സമയത്ത് വന്ന ആളുകൾക്ക് പശുവിനെ അറുത്ത് ധർമ്മം ചെയ്ത പ്രതിഫലം. ഇങ്ങനെയുള്ള ഹദീസ് കേൾക്കാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ലല്ലോ. ആർക്ക് വേണം? ആർക്ക് വേണം അല്ലാഹുവിൻ്റെ കൂലി? എനിക്ക് അല്ലാഹുവിൻ്റെ കൂലി വേണോ? ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അവനവനോടോ ചോദിക്കേണ്ടത്, വേറെ ആരോടും അല്ല. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ജീവിതത്തിൽ കള പറയാത്ത പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ വാക്കുകളെ, റസൂലുള്ളാഹിന്റെ വാക്കുകളെ കാലിൽ തട്ടിക്കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വയം നമ്മൾ ആലോചിച്ച് നോക്കി. എന്നാൽ ഭൗതികമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുന്ന കാര്യമാണെങ്കിൽ എത്രയും നേരത്തെ തന്നെ ആ സ്ഥലം പിടിക്കാൻ നമ്മൾ ഓരോരുത്തരുമുണ്ട്, ഇല്ലേ? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഗവൺമെന്റ് മേഖലകളിൽ ഇത്ര സമയത്ത് ചെല്ലണം, അല്ലെങ്കിൽ ഇന്ന മേഖലയിൽ ഇന്ന സമയത്തെത്തണം, ഇന്ന ഇന്റർവ്യൂവിൽ ഇന്ന സമയത്തെത്തണം, ഡോക്ടറെ കാണാൻ ഇന്ന സമയത്തെത്തണം എന്നൊക്കെ പറയുമ്പോഴേക്ക് അവിടെ എത്തുന്നവരാണ് നമ്മളെല്ലാവരും. പടച്ചോനാ അതൊക്കെ സൃഷ്ടിക്കണത്. എന്നിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ അതിനൊരു കാരണം പടച്ചോണ്ടാക്കി തരും. അതാ ഞാൻ പറഞ്ഞത്. ജുമാക്ക് നേരത്തെ എത്താക്കാൻ വേണ്ടി എന്തെങ്കിലും തടസ്സം നമ്മുടെ മുമ്പിൽ പടച്ചറബ് ഉണ്ടാക്കി തരും. ആ തടസ്സത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ റബ്ബിന്റെ പ്രതിഫലം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോഴേക്കെങ്കിലും
നേരത്തെ എത്തിയില്ലെങ്കിലും ബാങ്ക് വിളിക്കുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് തയ്യാറാവാത്തത്? ബുദ്ധിയില്ലാത്ത ആളുകളായി നമ്മൾ മാറുകയല്ലേ. കാരണം ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, റസൂൽ പറഞ്ഞതാണ് അൽ കയ്യിസു, കയ്യിസ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻധാന നഫ്സ, സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തിയവനാണ് ബുദ്ധിമാൻ. അതെ, നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും, ആ തടസ്സങ്ങളെ കീഴ്പ്പെടുത്തുകയും റബ്ബിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് പള്ളികളിലേക്ക് ഓടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഖുർആൻ അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജുമഅ കഴിഞ്ഞാലോ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയതാ. ജുമഅ കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ അർത്ഥം. ദുനിയാവിയായ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചോളൂ എന്നാണ്. ഇത്രയും സൗകര്യം പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ട് ആ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയം അറിയുന്ന വിശ്വാസികൾ ആ സമയത്തിൻ്റെ മുമ്പ് എത്തിക്കൂടെ? മിമ്പറിലേക്ക് കയറുമ്പോൾ ആ പ്രതിഫലം രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവരുടെ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ ചുരുട്ടി വെച്ച് ഖുതുബ കേൾക്കാൻ വേണ്ടി ഇരിക്കുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഉദാഹരണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മഴയുണ്ടായാൽ നമുക്ക് ജമാഅത്തുകളില്ല. മഴയുണ്ടായാൽ പൈസ കിട്ടാനുള്ളടത്തേക്ക് എങ്ങനെ നമ്മൾ പോവുകയും ചെയ്യും. എത്ര നേരത്തെ എഴുന്നേറ്റിട്ടും നമ്മൾ പോകും. നമുക്കാർക്കും പരലോകത്തെ പേടിയല്ലുള്ളത്. വീട്ടിലുള്ള സ്ത്രീകൾക്കും അതേപോലെ കുടുംബം എല്ലാവരും അങ്ങനെ തന്നെ. ഖു അൻഫുസക്കും എന്ന് പറഞ്ഞ ആയത്ത്, നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും നിങ്ങൾ രക്ഷിച്ചോളൂ എന്ന നിലക്ക് ബാങ്ക് വിളി കേട്ടാൽ പള്ളിയിലെത്തണമെന്ന, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, കാരണം തീയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ബോധ്യത്തോടു കൂടി അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങോട്ടേക്ക് എത്താൻ അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾ വാരാൻ വേണ്ടിയിട്ടുള്ള ക്ഷമമാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ധർമ്മം ചെയ്യുന്നിടത്തും എല്ലായിടത്തും അങ്ങനെ. വല്ലദീന യുഅ്തൂന മാ ആതൗ, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ധർമ്മം ചെയ്യും. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ടാണ് അവർ ധർമ്മം ചെയ്യുക. എന്താ പേടിക്കുന്നത്? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവണല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ധർമ്മം ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ അങ്ങനെ ധർമ്മം ചെയ്തു. ആ ധർമ്മം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പള്ളി തന്നെ കയറിയത്. അള്ളാഹു ഈ പള്ളി നിർമ്മിച്ച, അതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ള, നിർമ്മിക്കാൻ വേണ്ടി ധർമ്മം ചെയ്തവരും അതേപോലെ ആ സമയത്ത് പണിയെടുത്തവരായ ആളുകളുണ്ടാവും. ഒരുപാട് കാര്യങ്ങളിൽ ശരീരം കൊണ്ടും അതേപോലെ തന്നെ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാ നിലക്കും അധ്വാനിച്ച ആളുകളുണ്ടാവും. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വിശ്വാസികളെ നമ്മളൊക്കെ തന്നെയും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളികളുടെ പരിപാലനം എന്നുള്ളത് അത് ഏറ്റവും പ്രധാനമാണ്. വിശിഷ്യ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുകൾ, ഭവനങ്ങൾ, ആ ഭവനങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അതിൻ്റെ പരിപാലനവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതാണ്. മറ്റത് പൈശാചികമായിട്ട് അവൻ്റെ അടുക്കൽ നിന്ന് സഹായം നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ കാണുകയാണ് പുറത്ത് വരുമാന മാർഗങ്ങൾ ഇഷ്ടം പോലെയാണ്, പലതാണ് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു നമ്മളെയാണ് നോക്കുക എന്നാണ്. നമ്മളെയാണ് നോക്കുക. ഇതൊക്കെ മുജാഹിദുകളും സലഫികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വയം ചെയ്യുക എന്നുള്ളതല്ല അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അങ്ങനെയാണ്, നിങ്ങളടുത്തും അങ്ങനെ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കഅബയിൽ നിർഭയത്വമുണ്ട് എന്ന് പറയുമ്പോൾ കഅബയിൽ നിർഭയത്വമുണ്ട് എന്നല്ല, അവിടെ നിർഭയത്വം നിങ്ങൾ കൊടുക്കണം എന്നാണ് അർത്ഥം. ഇത് ഞാൻ പല സ്ഥലങ്ങളിലും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളടുത്ത് ഒരുപാട് വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഅബാലയത്തിൽ ഹിജ്റ 317 അബ്ദുല്ലാഹി ഇബ്നു അബൂ താഹിർ എന്ന് പറയുന്ന വ്യക്തി കടന്ന്, കർമ്മത്തിയാണ്, മുസ്ലിമാണെന്ന് വിചാരിക്കേണ്ട കർമ്മത്തി, മുസ്ലിം പിരിഞ്ഞു പോയ വിഭാഗം, അങ്ങനെയുള്ള കർമ്മത്തി വിഭാഗത്തിൽപ്പെട്ട ആൾ കടന്നു എന്ന് കണ്ട് ദുൽഹജ്ജ് 8 അന്ന്, അഥവാ ഹജ്ജിൻ്റെ ആളുകൾ വരുന്നത് അറഫാ ദിവസത്തിൻ്റെ തലേ ദിവസം 30,000 ആളുകളെ കൊന്നു എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. മറ്റത് 8,000 ആളുകളെ കുറഞ്ഞു എന്ന് തന്നെ ആകട്ടെ. 8,000 ആളുകളെ കൊന്നൊടുക്കി. അയാൾ വിളിച്ചു ചോദിച്ചു, അയിന തൊയ്റുൽ അബാബീൽ, തബാബീൽ പക്ഷികളെവിടെ? പക്ഷികളെവിടെ? ഇവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്ന്. അയിനൽ അംൻ, ഇവിടെ നിർഭയത്വം എവിടെ? നിർഭയത്വം എവിടെ എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ പണ്ഡിതൻ വിളിച്ചു പറഞ്ഞു, നിർഭയത്വം സ്വയം ഉണ്ടാവുകയില്ല. ഇവിടെ നീ കൊടുക്കുമ്പോഴാണ്, നീ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുമ്പോഴാണ് ഇവിടെ നിർഭയത്വം ഉണ്ടാവുക എന്ന് വിളിച്ചു പറഞ്ഞു. ആ വ്യക്തി
അവിടുന്ന് ഹജറുൽ അസ്വദ് കുത്തിയെടുക്കുകയും പൊളിച്ചെടുക്കുകയും 20 വർഷത്തോളം ഹജറുൽ അസ്വദ് ഇല്ലാതെയാണ് ആളുകൾ അവിടെ തവാഫ് ചെയ്തിരുന്നത്. ഹിജ്റ 317 മുതൽ 20 വർഷത്തോളം അവിടെ ഹജറുൽ അസ്വദ് ഇല്ല. ഞാനിത് പറയുന്നത് ഒരു ഖേദം മനസ്സിലാക്കാനല്ല. ആർക്കും ഇതൊക്കെ മനസ്സിലാക്കുന്നൊക്കെ ജെമിനിനോടും മറ്റ് AI-നോടൊക്കെ ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കും. പൊട്ടിച്ച പാർട്സുകളാണ് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. വെള്ളിയുടെ അതിൽ പതിച്ചു വെച്ചിട്ട് ഏതാനും പൊട്ടുകളാണ്, ചില്ലികളാണ് പിടിച്ചിട്ടുള്ളത്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ, നമ്മളെ പടച്ച റബ്ബ് നോക്കുകയാണ്, പല രൂപത്തിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്നും, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരുന്നുണ്ട്. എൻ്റെ ഈമാൻ പടച്ച റബ്ബ് നോക്കുകയാണ്, എൻ്റെ ഇഖ്ലാസ് അള്ളാഹു നോക്കുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ധർമ്മം ചെയ്യുക, പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. വിശിഷ്യ നമ്മുടെ പള്ളിയുടെ പരിപാലനം അത് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ കാണേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളാണ് നോക്കേണ്ടത്, അത് വേറെ ആൾ നോക്കുകയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ധർമ്മങ്ങൾ നിർവഹിക്കുക, ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു